ഓണം പ്രമാണിച്ചും കല്യാണങ്ങൾ പ്രമാണിച്ചും മൊത്തത്തിൽ ബ്ലൗസാണ്, അതും പലതരം പാറ്റേണുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട്. ഒരാൾ അപ്പുറത്തിരുന്ന് എടുത്തു പൊക്കി കാണിക്കുന്നത് 2 ദിവസമായി തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല എന്നാണ്. ഞാൻ ഇടക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് തുന്നാനുള്ളതൊക്കെ എടുത്തോണ്ട് പോയിട്ട് തുന്നിയിട്ട് തിരിച്ചു ഏൽപ്പിക്കും. കാരണം എല്ലാം കൂടി കാണുമ്പോഴേ നമ്മുടെ ബോധം പോകും. പയ്യെ പയ്യെ അങ്ങോട്ട് തിന്നു കഴിഞ്ഞാൽ പനയും തിന്നാന്നാണല്ലോ. അങ്ങനെ 3 ഏൽപ്പിച്ചിട്ട് ഒരു 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരി, ഇതൊക്കെ നമുക്ക് വേഗം പോയി തുന്നിയിട്ട് വരാം. തുന്നിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ, എന്തെങ്കിലും തിന്നിയും കൂടി വേണ്ട. ഇരുന്ന് മൂട് മരച്ചപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു ബ്രെഡ് ഓംലെറ്റ് ആയാലോ ഒന്ന്. കാരണം ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. തലേന്നത്തെ കറികളെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ചോറ് കഴിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ പിന്നെ ബ്രെഡ് ഓംലെറ്റ് ആയാലോ. നിങ്ങൾക്ക് ഇതേപോലുള്ള സാധനമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു മുട്ട അങ്ങോട്ട് പൊരിക്കുക, ടോസ്റ്റ് ചെയ്ത ബ്രെഡിലോട്ട് കുറച്ച് മയണൈസും കച്ചപ്പും ചേർത്തിട്ട് ഒരു ചീസ് സ്ലൈസും കൂടി വെച്ചത് ഇതുപോലെ ആക്കി എടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ബ്രെഡ് നല്ലപോലെ മൊരിഞ്ഞു വരാനായിട്ട് എപ്പോഴും ബട്ടറിനേക്കാൾ നല്ലത് നെയ്യാട്ടോ. നല്ല മൊരുമൊരാന്നിരിക്കും. അത് കടിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. ബ്രെഡ് കഴിക്കാൻ വന്ന കൂട്ടത്തിൽ ഞാൻ ഒരു 5 കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി തുന്നിയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പം ശരി, തുന്നിയിട്ട് കാണാം.